ഇന്നത്തെ സ്നാക്ക് ഒരു ഭയങ്കര സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഞാൻ റീൽസായിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. സംഭവം ഭയങ്കര ഈസി തന്നെയാണ്. അപ്പോൾ നമ്മളിത് അതിനായിട്ട് ഒരു കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സവാള, കുറച്ച് മാത്രം ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അത്, പിന്നെ മല്ലിയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ആദ്യം ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസ് ആവാതെ നല്ല കട്ടിയായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചുകൂടെ തിക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ മുട്ട കണ്ടോ എടുത്തുള്ളത്. അപ്പോൾ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതാ പകുതിയാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ നമ്മളുടെ ആ ഒരു ബാറ്റർ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ലൂസായ പോലെ തോന്നി മിക്സ് ചെയ്ത് വെച്ചപ്പം. ഉള്ളിയൊക്കെ ഉള്ളതിൽ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത്രയും കൂടെ മൈദപ്പൊടി ഇട്ടിട്ട് ഞാൻ കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു മുട്ടയുടെ പീസിൽ ആ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എഗ് യോക്കിൻ്റെ ഭാഗം നന്നായിട്ട് ആ ഒരു മസാല വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് കവർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ എല്ലാം ഒന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ആ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അടച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുള്ളത്. പക്ഷേ ഞാൻ നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ നെയ്യൊക്കെ നന്നായിട്ട് കവർ ചെയ്തപ്പോൾ പൊട്ടിത്തെറിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. പക്ഷേ എന്നാലും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് കവർ ചെയ്തിട്ട് കുക്കാവുന്ന സമയത്തൊന്നും പൊട്ടിത്തെറിയും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഇതൊരു സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തപ്പോഴാണ് ചെറുതായിട്ടൊരു സൈഡിൽ നിന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടത്. പിന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഓടി കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് കറക്റ്റ് ആ ഒരു സ്ട്രോങ് മനസ്സിലായത് കേട്ടോ. നമ്മൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ ആവും. അപ്പോൾ ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു എഗ് യോക്കൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ആ പൊട്ടിത്തെറിച്ച ഭാഗം ഇത് കട്ട് ചെയ്യാതിരുന്നത് ആരെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈസിയാണല്ലോ, കാരണം നമ്മൾ സാധാരണ മസാലയൊക്കെ വഴറ്റിയിട്ടാണ് ഇതുപോലെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഈസി തന്നെയായിരുന്നു. ഈ ഒരു സ്നാക്കിൻ്റെ പേരെന്താണെന്ന് ആ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനാരും റിപ്ലൈ കൊടുത്തത് കണ്ടിട്ടില്ല. ഞാൻ പക്ഷേ ഇതിന് പേരിട്ടത് മുട്ട പൊട്ടിത്തെറിച്ചതെന്നാണ് കേട്ടോ. ഈ ഒരു പേര് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.